കൊടകിലുള്ള ഒരു മോൻ ചോദിക്കുകയാണ്, ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ പോയി വന്നാണ്. അപ്പൊ ഇന്നലെ തന്നെ മഗ്‌രിബ് ഇശാക്ക് ഖളായി പോയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വീട്ടിലുള്ള ആ നിസ്കാരങ്ങൾ എനിക്ക് ഇനി ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റുമോ? ആ ചോദ്യം തന്നെ ഒരു ധാരണ പിശകാണ്. ഇത് ഒരാളെ മാത്രം പ്രശ്നമല്ല, മൊത്തത്തിൽ ഈ ജമ്മു കശ്മീരിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു ധാരണ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജമ്മു കസ്ർ എന്നുള്ളത് യാത്രക്കാരന് ഇസ്ലാം നൽകിയിട്ടുള്ള രണ്ട് അളവുകളാണ്. ജം ഒന്ന് വേ, കസ്ർ ഒന്ന് റേ. ഹനഫി മദബില് ജമ്മു എന്ന് പറഞ്ഞ സംഗതി തന്നെ ഇല്ല, കസ്ർ മാത്രമേ ഉള്ളൂ. ആദ്യം നമുക്ക് ജമ്മിനെ കുറിച്ച് സംസാരിക്കാം. നിസ്കാരം ജമ്മാക്കാണെങ്കിൽ അവിടെ രണ്ട് രൂപത്തിലുണ്ട്. മുന്തിച്ചിട്ട് ജമ്മാക്കാം, പിന്തിച്ചിട്ടും ജമ്മാക്കാം. അഥവാ ളുഹർ നിസ്കാരത്തിലേക്ക് അസ്ർ നിസ്കാരത്തെ മുന്തിച്ചിട്ടും ജമ്മാക്കാം, അസ്ർ നിസ്കാരത്തിലേക്ക് ളുഹറിനെ പിന്തിച്ചിട്ടും ജമ്മാക്കാം. എന്ന പോലെ മഗ്‌രിബ് നിസ്കാരത്തിന് ഇശായിലേക്ക് പിന്തിച്ചിട്ടും ജമ്മാക്കാം, ഇശാ നിസ്കാരത്തിന് മഗ്‌രിബിലേക്ക് മുന്തിച്ചിട്ടും ജമ്മാക്കാം. ഇനി അവിടെ മുന്തിച്ച് ജമ്മാക്കാണെങ്കിൽ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ഈ മുന്തിച്ച് ജമ്മാക്കുന്നതിന്റെ നിയ്യത്ത് എപ്പോഴാണ് കരുതേണ്ടത്? ഉദാഹരണം, നമ്മളിപ്പോൾ അസ്ർ നിസ്കാരത്തിന് ളുഹറിലേക്കാണ് മുന്തിച്ച് ജമ്മാക്കുന്നതെങ്കിൽ ളുഹർ നിസ്കാരത്തിന്റെ കൈകെട്ടിയത് മുതൽ സലാം വീട്ടുന്നതിന്റെ ഉള്ളിലായിട്ട് അസ്ർ നിസ്കാരത്തെ ഈ ളുഹറിലേക്ക് ഞാൻ മുന്തിച്ച് ജമ്മാക്കിയിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ള പറഞ്ഞാൽ ളുഹർ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അസ്ർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. ഇനി ഇശായിനെയാണ് മഗ്‌രിബിലേക്ക് മുന്തിച്ച് ജമ്മാക്കിയതെങ്കിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇശാ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. ഈ ഒരു നിബന്ധന പിന്തിച്ച് ജമ്മാക്കുന്നിടത്തില്ല. അഥവാ ളുഹർ നിസ്കാരത്തിന് അസ്റിലേക്ക് പിന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ ളുഹർ നിസ്കരിച്ച് ഉടനെ അസ്ർ നിസ്കരിക്കുക എന്നുള്ള നിർബന്ധമില്ല, സുന്നത്താണ്. ഇനി പിന്തിച്ച് ജമ്മാക്കുന്നിടത്തുള്ള നിയത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ളുഹർ നിസ്കാരത്തിനാണ് അസ്റിലേക്ക് പിന്തിച്ച് ജമ്മാക്കുന്നതെങ്കിൽ ളുഹർ നിസ്കാരത്തിന്റെ സമയം തുടങ്ങി അസ്ർ നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പേ ഒരു 4 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കണക്കാക്കി അതിന് മുന്നേ ഈ ളുഹർ നിസ്കാരത്തെ അസ്റിലേക്ക് പിന്തിച്ച് ജമ്മാക്കിയിരിക്കുന്നു എന്ന് കരുതണം. പിന്നെ ചില ആൾക്കുള്ള സംശയമാണ്, ജുമുഅ നിസ്കാരത്തിന് ജമ്മാക്കാൻ പറ്റുമോ? ജുമുഅ നിസ്കാരത്തിന് അസ്റിലേക്ക് പിന്തിച്ച് ജമ്മാക്കാന്നുള്ള ഓപ്ഷൻ ഇല്ല. മറിച്ച് ജുമുഅ നിസ്കാരത്തിലേക്ക് അസ്ർ നിസ്കാരത്തിനെ മുന്തിച്ച് ജമ്മാക്കാവുന്നതാണ്. ഇനി നിസ്കാരത്തെ കസ്റാക്കാന്നുള്ളത്, അഥവാ 4 റക്അത്തുള്ള നിസ്കാരത്തെ രണ്ടാക്കി ചുരുക്കാന്നുള്ളത്, അത് വേറെ തന്നെ ഒരു ആനുകൂല്യമാണ്. ജമ്മുമായിട്ടൊരു ബന്ധമില്ല. കസ്റാക്കുന്നില്ലെങ്കിൽ തന്നെ ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റും. ഇനി ജമ്മൊന്നും ആക്കുന്നില്ല, ഓരോ നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കുകയാണ്, എന്നാൽ പോലും കസ്റാക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം, ളുഹർ മാത്രം നിസ്കരിക്കുകയാണ് ളുഹറിന്റെ സമയത്ത്, എന്നാൽ പോലും 2 റക്അത്തായിട്ട് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കസ്റാക്കി നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടി കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട്. ഇൻഷാ അല്ലാഹ് അതെന്തൊക്കെയാണെന്നുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ചില 110ന്റെ ആൾക്കാരുണ്ട്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതൊക്കെ ഒരു ഇളവല്ലേ എന്നിട്ട് നടക്കുന്നത്. അത് വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ്. 3 മർഹലേനേക്കാൾ കൂടുതൽ ദൈർഘ്യമുള്ള യാത്രയാണെങ്കിൽ ഏകദേശം 198 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിസ്കാരത്തെ കസ്റാക്കലാണ് അഫ്ളല്. മാത്രമല്ല, അള്ളാഹ് നൽകിയിട്ടുള്ള ഈ റുഖ്സ സ്വീകരിക്കുന്നതിൽ ഒരാൾക്ക് വല്ല പ്രയാസം തോന്നുകയാണെങ്കിൽ, അതോ ഇങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവോ എന്ന വല്ല സംശയം തോന്നുകയാണെങ്കിൽ അവിടെ കസ്റാക്കി നിസ്കരിക്കൽ നിർബന്ധമാവും. കാരണം അത് ഈമാനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ നിങ്ങളെ കൂട്ടത്തിലുള്ള 110ന്റെ ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ആക്കാൻ മറക്കണ്ട.